നഗരത്തിലെ റിംഗ് റോഡിൽ ഇഞ്ചക്കാലയിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായ ഇരുചക്രവാഹന അപകടത്തിൽ ഒരു യുവാവ് മരിച്ചു. ഡ്യൂക്ക് 390cc ഇരുചക്രവാഹനത്തിലാണ് രണ്ട് യുവാക്കൾ സഞ്ചരിച്ചിരുന്നത്. ഇരുചക്രവാഹനം ഓടിച്ച ഇലന്തൂർ സ്വദേശി 21 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. റോഡിന്റെ അരികിലുള്ള ഈ ഭാഗത്ത് വെച്ചാണ് ഇരുചക്രവാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത്. പിന്നീട് ഈ കാണുന്ന ഭാഗത്തുകൂടി ഈ ഇരുചക്രവാഹനം പോവുകയും ഇതുവഴി സഞ്ചരിച്ച് നേരെ മുന്നിൽ കാണുന്ന വീടിൻ്റെ മതിലിനോട് ചേർന്നുള്ള മയിൽക്കുറ്റിയിൽ ഇടിച്ച് ഇരുചക്രവാഹനം നിൽക്കുകയായിരുന്നു. ഈ ഇരുചക്രവാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേരും തെറിച്ച് റോഡിൽ വീണു. അടുത്തുണ്ടായിരുന്ന വീട്ടുകാർ എല്ലാവരും ഈ വലിയ ശബ്ദം കേട്ട് ഇങ്ങോട്ടേക്ക് ഓടിയെത്തിയപ്പോൾ രണ്ടുപേരും പരിക്കേറ്റ് കിടക്കുകയായിരുന്നു. രണ്ടുപേരെയും ഉടൻ തന്നെ ഇവിടെ നിന്ന് 1 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പക്ഷേ ഈ വാഹനം ഓടിച്ചിരുന്ന ഇലന്തൂർ സ്വദേശി 21 വയസ്സുള്ള മിഥുന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മിഥുന്റെ കൂടെ ഉണ്ടായിരുന്നത് പുനലൂർ സ്വദേശി അനന്തു ആയിരുന്നു. അനന്തുവിനും നല്ല പരിക്ക് ഏറ്റിട്ടുണ്ട്. ഈ പത്തനംതിട്ട റിംഗ് റോഡിൽ ഈ അഞ്ചക്കാല എന്നുള്ള ഭാഗം എപ്പോഴും അപകടം സംഭവിക്കുന്ന ഒരിടമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രത്യേകിച്ചും ഈ റോഡ് ഈ അപകടം നടന്ന സ്ഥലത്ത് ഒരു ചെറിയ കയറ്റം കയറിയതിനു ശേഷം ഒരു വളവും പിന്നീട് നല്ല ഒരു ഇറക്കവുമാണുള്ളത്. ഇവിടെ വെച്ചാണ് മിക്കവാറും എല്ലായ്പ്പോഴും ഇരുചക്രവാഹനങ്ങൾ നിയന്ത്രണം വിട്ട് അപകടത്തിൽ പെടുന്നത് എന്നാണ് ഈ പരിസരവാസികളൊക്കെ പറയുന്നത്. ഇതിപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇത് വണ്ടി അമിത വേഗതയിലായിരുന്നു. പിന്നെ ഇവിടെ സാധാരണ എപ്പോഴും അപകടം നടക്കുന്ന ഒരു ഏരിയയാണ്. അധികൃതരെ അറിയിച്ചിട്ടുണ്ട്, കൗൺസിലിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും അപകടം നടക്കുന്ന ഒരു ഏരിയയാണ്. വണ്ടി നിയന്ത്രണം വിട്ട് പോയതാണ് വണ്ടി. അവിടെ നിന്നാണ് വണ്ടി തെറിച്ച് നേരെ വന്ന് മതിലിലോട്ട് കയറിയത്. എപ്പോഴും നല്ല റോഡുമാണ്, അമിത വേഗതയാണ്. ഇവിടെ പോകുന്ന വാഹനങ്ങളെല്ലാം ഭയങ്കര ടൂ വീലറൊക്കെ നല്ല വേഗതയിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അമിത വേഗതയാണ്. അത് നമുക്ക് ഇതിന് മുമ്പ് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ പിന്നെ ഒരാൾ നടന്നു വന്നപ്പോൾ ബൈക്കുകാരൻ വന്ന് തട്ടി പുള്ളിക്ക് ഇങ്ങനെ അപകടം വന്നാണ്. വേറെ ഒരു വണ്ടി ഇതേപോലെ വന്ന അപകടം പറ്റിയതാണ്. ഒത്തിരി അപകടങ്ങൾ ഈ ഏരിയ നടക്കുന്നുണ്ട്. അപകട മേഖലയാണ് എന്നുള്ളതിന് എന്തെങ്കിലും ട്രാഫിക് സിഗ്നൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ അങ്ങനെ സിഗ്നൽ അങ്ങനെ സൈൻ ബോർഡ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും വന്നിട്ടില്ല. ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. CC ക്യാമറ ഇല്ല, വേറെ ഒരു ഇതുമില്ല. ഇവിടെ ഈ റോഡിന്റെ ഈ ഭാഗം നല്ല വളവ് കൂടിയാണ് അല്ലേ? വളവ് കൂടെയാണ്. മെയിനായിട്ട് വണ്ടി വരുമ്പോൾ അവിടുന്ന് വരുന്ന താഴോട്ട് വരുന്ന വണ്ടിയൊന്നും നമുക്ക് കാണത്തില്ല. ഇവിടെ ഒരു വണ്ടി കിടന്നാൽ പോലും നമുക്ക് മെയിനായിട്ട് കാണില്ല. അപകടം നല്ലപോലെ നടക്കുന്ന ഒരു ഏരിയയാണ്. രാത്രി കാലങ്ങളിലാണ് കൂടുതൽ അപകടം സംഭവിക്കുന്നത്. രാത്രിയാണ് മെയിൻ. രാത്രിയാണ് അമിത വേഗത്തിൽ വണ്ടികളെല്ലാം വരുന്നതും. അതേപോലെ തന്നെ പകലും അതേപോലെയാണ്. നമുക്ക് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഇരുചക്രവാഹനം ഈ കാണുന്ന മയിൽക്കുറ്റിയിൽ ഇടിച്ചാണ് ഇവിടെ നിന്നത്. നല്ല വേഗതയിലായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇരുചക്രവാഹനം അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ തന്നെയാണ്. അപകടം ഒഴിവാക്കുന്നതിനായി അധികൃതർ ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളൊരു ആവശ്യം കൂടി നാട്ടുകാർക്കുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.